having a very blessed day. Advika Vision and her family. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ശിശുക്കളെ എന്റെ അടുത്തേക്ക് വരുവാൻ അനുവദിക്കുകയും അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ഇന്ന് നമ്മൾ ഇവിടെ കൂടെ ഇരിക്കുന്നത് അദ്വിക ജിഫിൻ ആദ്യമായി ഈശോയെ സ്വീകരിച്ചതിന്റെ ആഘോഷ സൂചകമായിട്ടാണ്. അദ്വിക ജിഫിൻ എന്ന പേര് നമുക്കത്ര പരിചിതമല്ല, കാരണം നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി മിന്നു എന്നാണ് വിളിക്കുന്നത്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് മിന്നുകുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിന്നുകുട്ടി ഒരു മികച്ച ഡാൻസറാണ്. നമുക്ക് വേണ്ടി ഒരു മനോഹര നൃത്തത്തോടു കൂടി ഈ പരിപാടി ആരംഭിക്കാം. സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഈ ദിനത്തിലെ മിന്നുതാരം മിന്നുകുട്ടി തന്നെയാണ്. മിന്നുകുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചതിനെ പറ്റിയും മിന്നുവിനെ പറ്റിയും വിശദമായി മിന്നുകുട്ടി തന്നെ നമുക്ക് പറഞ്ഞുതരും. എന്റെ പേര് അദ്വൈക, എല്ലാവരും വിളിക്കുന്നത് മിന്നു എന്നാണ്. ഞാനിപ്പം 5-ലേക്കാണ്. എനിക്ക് 10 വയസ്സായി. അപ്പന്റെ പേര് ആന്റണി ജിഫിൻ എന്നാണ്. അമ്മേന്റെ പേര് സ്റ്റെഫി കുര്യാക്കോസ് എന്നാണ്. പിന്നെ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒത്തിരി നാൾ കാത്തിരുന്നുമാണ് ഈശോയെ ആദ്യമായി ഹൃദയത്തിൽ സ്വീകരിച്ചത്. ഈശോ ആദ്യമായി ഹൃദയത്തിലേക്ക് വന്നപ്പോൾ മിന്നുകുട്ടിക്ക് എന്താണ് തോന്നിയത്? ഹാപ്പി ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ടെൻഷൻ കൊണ്ടാട്ടോ. ഒത്തിരി പറയാനുണ്ടായിരുന്നു, മറന്നുപോയില്ല ടെൻഷനായിട്ട്. നമുക്ക് അടുത്തായിട്ട് ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് മിന്നുകുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പ ആന്റണി ജിഫിൻ,
പ്രിയപ്പെട്ട അമ്മ സ്റ്റെഫി ജിഫിൻ സ്റ്റേജിലേക്ക് കടന്നു വരൂ. ഞാൻ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പറഞ്ഞപ്പോഴേ എന്നോട് ജിഫിൻ പറയണേ സ്വർഗസ്നായ പിതാവെന്ന് എന്നോട് ചോദിക്കാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിടാൻ പറ്റത്തില്ലല്ലോ. സ്വീകരണത്തിൽ മാതാപിതാക്കളായ നിങ്ങൾ എന്തൊക്കെ സഹായങ്ങളാണ് മിന്നുവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? സഹായങ്ങൾ ചെയ്തപ്പോഴാണോ ചോദിക്കാൻ? ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്ത സഹായങ്ങൾ. പിന്നെ പ്രാർത്ഥിക്കാൻ ഒക്കെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളുകളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഒരു ഔട്ട്കമാണിത്. അത്രേ പറയാനുള്ളൂ. ഇനിയൊന്നും ചോദിക്കലായിരുന്നു. അടുത്തായിട്ട് മിന്നുകുട്ടിയുടെ ഗ്രാൻഡ് പാരന്റ്സിനെ വിളിക്കാം. അപ്പച്ചൻ, അമ്മച്ചി, പപ്പ, മമ്മി സ്റ്റേജിലേക്ക് വരുന്നതാണ്. അടുത്തതായി മിന്നുകുട്ടിയുടെ ഗോഡ് പാരന്റ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലിജു ഫ്രാൻസിസ് ആൻഡ് ക്ലാര ജിജി, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. അടുത്തതായി പാലാ രൂപതയിലെ മുതിർന്ന വൈദികനും ഹിസ്റ്റോറിയനുമായ ജെയിംസ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റെഫിയുടെ പപ്പയുടെ ജ്യേഷ്ഠനാണ് ഫാദർ ജെയിംസ്. ഫാദർ പ്ലീസ്. എന്തായാലും ഇവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒരു മറുപടി തരത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫാദറിന് മിന്നുവിന്റെ ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട ദിവസത്തിൽ മിന്നുവിനോട് എന്താണ് പറയുന്നത്? മിന്നുകുട്ടിന്ന് മിന്നൂസ് എല്ലാം വിളിക്കുന്ന അദ്വൈക ആ പേരിന് ഒരു അറിയപ്പെടുന്നുണ്ടല്ലോ. വസത്തില് ഇന്ന് കുർബാനയിൽ പങ്കെടുത്തവർക്ക് അറിയാം മിന്നു ആരാണെന്ന്. കാരണം നിങ്ങൾ ആദ്യം മുതൽ കുർബാനയിൽ പങ്കെടുത്തവരാണെങ്കിൽ ലേഖനമായതിന് ശേഷം മിന്നു ഭംഗിയായിട്ട് റെസ്പോൺസോറിയൽ സങ്കീർത്തനം പാടി. അപ്പോൾ നിങ്ങൾ കുറച്ച് താമസിച്ചാണ് വന്നത്. അപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഒന്നാമത് മിന്നുവിനെ ഒരുക്കിയ അധ്യാപകർ മിന്നുവിനെ അതിനുവേണ്ടി സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം 67 പേരിൽ നിന്ന് ആ ഒരു വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഒരു വലിയ കമ്മ്യൂണിറ്റിയിൽ അത് പാട്ട് രൂപത്തിൽ സങ്കീർത്തനം അവതരിപ്പിക്കുക. റെസ്പോൺസിബിലിറ്റീസാണ് അത് ഒരു തെറ്റും കൂടാതെ ഏറ്റവും ഭംഗിയായി വളരെ ക്ലിയറായി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവതരിപ്പിച്ചത് അനേകം പേര് അവിടെ വെച്ചും അതിനുശേഷവും അനുമോദിക്കുന്നത് കഴിയും. അപ്പം അത് ഇതിനെപ്പറ്റി നല്ല ഒരു ഗുണമായിട്ട് തോന്നിക്കുകയാണ്. പിന്നെ ഡാൻസ് ചെയ്തു. പിന്നെ ഒരു ഡാൻസറാണ്, സിംഗറാണ്, ആക്ടറാണ്, റൈറ്ററാണ്. ഇങ്ങനെ വിശേഷങ്ങൾ വളരെയേറെ പറയാനുണ്ട്. പക്ഷെ അതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അതിനകത്തെല്ലാം വളരെ അവസരമുണ്ട്. അവസരം പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനെല്ലാം ഉപരി ഇന്ന് വിചാരിച്ച് എപ്പോൾ പറഞ്ഞു പോലെ ഇതെല്ലാം മലഹമാരാണ്. ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഒരു മലഹമാരാണ്. അപ്പോൾ ആ ഒരു മലഹയുടെ ആ ഒരു ചൈതന്യം എപ്പോഴും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പുലർത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളോട് പറയാനുള്ളത് അതിന് മിന്നുസിനെ സഹായിക്കുക, അങ്ങനെ അതിനുള്ള അവസരം കൊടുക്കാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫാദർ. അടുത്തതായി നമുക്ക് ലൈറ്റിംഗ് സെറമണിയാണ്. അതിനായി മിന്നുവിനെയും അപ്പയെയും അമ്മയും ശരി. Clouds look like mountains, your eyes, they look like stars. We will fill our hands with clay and try to shape our hearts, seeing laughter win. കേക്കട്ടിലേക്ക് കടക്കാം. 5 അപ്പം 5000 പേർക്ക് നൽകിയ യേശുനാഥനെ പോലെ സ്വന്തം ശരീരം നമുക്കായി നൽകിയ അവിടുത്തെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ മധുരം പങ്കുവയ്ക്കാം.
रात हुई फिर दिन फिर से रात हो गई। कच्ची कली साडा मासूम चेहरा, नीयत नूरानी साडा दिल है सुनहरा। कच्ची कली साडा मासूम चेहरा, नीयत नूरानी साडा दिल है सुनहरा। पर्दे दे पीछे की है किसनू पता, पर्दे दे पीछे की है किसनू पता। कभी मी मैं चस्का चखावा, तैनू शरारत सिखावा, जदों नैना लड़ावा। तैनू शरारत सिखावा, जदों नैना लड़ावा। नैना च मेरे एक नीला समंदर, नैना च मेरे एक नीला समंदर। समंदर में डुबकी लवावा, तैनू शरारत सिखावा, जदों नैना लड़ावा। तैनू शरारत सिखावा, जदों नैना लड़ावा। आय हाय। तुम भी हो तन्हा और हम अकेले, जो साथ हुए लाजवाब हो गए। तुम भी हंसी और हम आशिकी हैं, जो रात हुई बेनकाब हो गए। मेरे लबों पे सजी सुर्खियां, मेरे लबों पे सजी सुर्खियां। गुलाबी या शरबत पिलावा, तैनू शरारत सिखावा, जदों नैना लड़ावा। तैनू शरारत सिखावा, जदों नैना लड़ावा। नैना च मेरे एक नीला समंदर, नैना च मेरे रंगीला समंदर। समंदर में डुबकी लवावा, तैनू शरारत सिखावा, जदों नैना लड़ावा। तैनू शरारत सिखावा, जदों नैना लड़ावा। അലിവായിൻ നാവില്ലലിയാ, തുണയായി തൻ മാറിൽ പുതിയ. അലിവായിൻ നാവില്ലലിയാ, തുണയായി തൻ മാറിൽ പുതിയ. ആത്മാവിൽ പടരും ഒരു കുളിരായിനുള്ളിൽ, ദിവ്യകാരുണ്യമായി നീ വരണേ. നവ്യമാം സ്നേഹമായി നീ നിറയൂ. നെഞ്ചിനുള്ളിൽ നറുദീപമായി, കണ്ണിൻ മുന്നിൽ വാത്സല്യമായി. ഈ ദിവസത്തിൽ ഡാൻസോടുകൂടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. വേദിയിലേക്ക് ഡാൻസ് കളിക്കാനായിട്ട് കൃതികനെ ക്ഷണിക്കുന്നു, അവന്തികനെ ക്ഷണിക്കുന്നു, ആത്മികനെ ക്ഷണിക്കുന്നു, അവസാനമായിട്ട് അദ്വികനെ ക്ഷണിക്കുന്നു. हाय चक्का चक है तू, हाय चक्का चक हूँ मैं। हाय चक्का चक है तू, हाय चक्का चक हूँ मैं। टपती दोपहर सी लड़के की लहर सी, मेरी जैसी चाहिए तेरे जैसे को। फूलों वाली डाली भी हो, चुम्मा भी हो, गाली भी हो, बोलो कैसी चाहिए तेरे जैसे को। पलंग टूटता पहली रात, सारा मोहल्ला करता बात। हुई चौर में बरसात, कौन वहाँ था किसके साथ। हाय चक्का चक है तू, हाय चक्का चक हूँ मैं। हाय चक्का चक है तू, हाय हाय चक
വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് പുണുങ്ങി കൂടി കളിയാടാമോ ഡമാക്ക് 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 ഡം ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമക്ക് 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 ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം സിനാക്കൂട്ടിൽ നിറദീപങ്ങൾ ഈ കിളികളും കളികളും ദിത്തളാങ്കു തകത ഈ തിരകളും ചിരികളും ദിത്തളാങ്കു തകത ഈ കുളിർമതി മലരുകളൊരു നിറപല നിറവിരിയുമഴകിലെ മധുമയ നിമിഷമിതാ నా గోలి సోడా బాటలి నా బందే పుల్ల కాటలి రింగ రింగ రోజులంగా ఒట్టు బరుವಾಗ ಅಡ್ಡ ಸೆರಗು ಜಾರಿ ಬಿತ್ತು ಹಿಂಡ ಸುರಿವಾಗ ರಾರಾ ರಾರಾ ಕುಡಿ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ ಮನೆ ಓ ಮನೆ ಬಾ ಓ ಮನೆ ನಾನೇ ನಂದಾನೆ ಓ ಮನೆ ಕೇಳಿ ಗಿಲ್ಲಾಡಿ ರೌಡಿ ನಾನೇ ನಿಸ ಮುರ್ಚನ ಲಾಲೇಟನೆ ಒಣ್ಣೋ ಸಾರಿಯ ಕಟ್ಟಿ ಮೈಯ വെച്ച് സ്ലോ മോബിൽ ಬಂದಾಳೆ ಯಾರೋ ಮಲೆ ಮಾಮ பொண்ணೆಲ್ಲ വേണ சொன்ன പെണ്ണെ ಇಷ್ಟೋ ನೀ ತಾನೇ സ്റ്റെഫിയുടെ സന്തോഷത്തിലാണ് എല്ലാവരും ഡാൻസ് കളിച്ചവർക്ക് Eyes look like mountains, your eyes, they look like stars. We will fill our hands with clay and try to shape